ഹായ്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൈത്തൻ്റെ മറ്റൊരു കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ്. അതിൻ്റെ പേരാണ് ട്യൂപ്പിൾസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലിസ്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇത് ട്യൂപ്പിൾസ് എങ്ങനെയാണ് ലിസ്റ്റുമായിട്ട് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ഫീച്ചേഴ്സും മറ്റു ഫങ്ഷണാലിറ്റീസും എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു ട്യൂപ്പിൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? x equal to ഇതാണ് ഒരു ട്യൂപ്പിൾ. ഇത് ലിസ്റ്റിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂപ്പിൾ ഡിഫൈൻ ചെയ്യുന്നത് റൗണ്ട് ബ്രാക്കറ്റ് വെച്ചിട്ടാണ്. നമ്മൾ ലിസ്റ്റൊക്കെ ഡിഫൈൻ ചെയ്തിരുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്സ് വെച്ചിട്ടായിരുന്നു. അതാണ് സിൻടാക്സ് വൈസ് ഉള്ള ആകെ ഒരു വ്യത്യാസം. ഫീച്ചർ വൈസ് ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ട്യൂപ്പിൾസ് ആർ ഇമ്മ്യൂട്ടബിൾ. മ്യൂട്ടബിൾ മീൻസ് അതിൻ്റെ വാല്യൂസ് നമ്മൾ ഒരിക്കലും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ട്യൂപ്പിൾ പിന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ ലിസ്റ്റിൻ്റെയൊക്കെ വാല്യൂ മാറ്റിയ പോലെ ഇതും ഇൻഡെക്സ് വെച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ഓഫ് 0 ഒന്ന് പ്രിൻ്റ് ചെയ്യുകയാണ്. നമുക്ക് എ എന്ന് കിട്ടി. പക്ഷെ നമ്മളിവിടെ എക്സ് ഓഫ് 0 നമ്മളിവിടെ ചേഞ്ച് ചെയ്യാൻ നോക്കുവാണ്. ഈക്വൽ ടു വേറെ എന്തെങ്കിലും ഒരു വാല്യൂ. ഇത് പക്ഷെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എററാണ് അടിക്കുന്നത്. കാരണം ട്യൂപ്പിൾ നമുക്ക് ലിസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന പോലെ ട്യൂപ്പിൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അടിച്ചേക്കുന്ന എററാണിത്. അപ്പോൾ ഇത് നമുക്ക് വൺസ് ഡിഫൈൻ ചെയ്യാം, പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ബാക്കി പ്രോപ്പർട്ടീസൊക്കെ സെയിം ആണ്. ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് വൈസ് ആക്സസ് ചെയ്യുന്നതൊക്കെ നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെയാണ്. ആ പ്രോപ്പർട്ടീസൊക്കെ സെയിം ആണ്. ഇപ്പോൾ നമ്മൾ -1 കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എലമെൻറ്റ് പ്രിൻ്റ് ആവുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ ലിസ്റ്റുമായിട്ട് സാമ്യമുള്ളതാണ്. ഇനി നമുക്കിപ്പോൾ സപ്പോസ് ഇതിൽ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ട്യൂപ്പിളിനെ ഒരു ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. y എന്നുള്ളൊരു പുതിയ വേരിയബിൾ ലിസ്റ്റ് ഓഫ് എക്സ്. ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. അതിലേക്ക് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ട്യൂപ്പിളിനെ പാസ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇനി നമുക്ക് ഈ വൈയുടെ വാല്യൂ, വൈ ഒരു ലിസ്റ്റാണ്. ലിസ്റ്റിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഫസ്റ്റ് വാല്യൂ ഇത് ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ അതിൻ്റെ വാല്യൂ 12 ആക്കിയിട്ടുണ്ട്. ഇനി ഈ വൈനെ നമുക്ക് തിരിച്ച് ട്യൂപ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അത് ട്യൂപ്പിൾ ഓഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ യൂസ് ചെയ്താൽ അത് തിരിച്ച് ട്യൂപ്പിളിലേക്ക് കൺവേർട്ട് ആവുന്നതാണ്. നമുക്കിതിനെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ്, ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഇപ്പോൾ 12, എയ്ക്ക് പകരം 12 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ട്യൂപ്പിളിൽ ഒരു ഐറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കത് പോസിബിളാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ട ഐറ്റം ബി ആണ്. ബി ഉണ്ടോ എന്ന് നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ ബി ഇൻ ട്യൂപ്പിൾ. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുന്നു, ബി എക്സിസ്റ്റ് ഇൻ ട്യൂപ്പിൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു എറർ അടിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻറ്റൻറ്റേഷൻ തെറ്റിയതുകൊണ്ടാണ്.
നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇപ്പോൾ ഡി എക്സിസ്റ്റിംഗ് ട്യൂപ്പിൾ എന്ന് പറഞ്ഞ വന്നു. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇല്ലാത്തൊരു വാല്യൂ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡമ്മി വാല്യൂ ഇട്ട് വേണമെങ്കിൽ ഇത് വെരിഫൈ ആവുന്നതാണ്. ഇപ്പോൾ ഇത് പ്രിൻ്റ് ആയില്ല, കാരണം നമ്മുടെ ഇങ്ങനെ ഒരു എലമെൻ്റ് ഈ ട്യൂപ്പിളിൽ ഇല്ല. പിന്നെ ട്യൂപ്പിളിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ട്യൂപ്പിളിലേക്ക് പുതിയതായൊരു എലമെൻ്റ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ലിസ്റ്റിലൊക്കെ ചെയ്തതുപോലെ നമ്മൾ അപ്പെൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിരുന്നു. ട്യൂപ്പിളിൽ അത് സാധ്യമല്ല, കാരണം ട്യൂപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണ്, അതായത് റീഡ് ഓൺലി ആണ് ട്യൂപ്പിൾ. നമുക്ക് വേണമെങ്കിൽ ട്യൂപ്പിൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നമ്മൾ ഡിലീറ്റ് അല്ലെങ്കിൽ ഡെൽ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്യൂപ്പിൾ ഡിലീറ്റ് ആവുന്നതാണ്. നമുക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ ഡിലീറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഡിലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, DEL എന്ന് പറയുന്ന കീവേഡ്. ഇപ്പോൾ എറർ അടിച്ചു, കാരണം എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഈ ഡിലീഷൻ വരുമ്പോൾ മെമ്മറിയിൽ നിന്ന് അത് കംപ്ലീറ്റ്ലി റിമൂവ് ആവുന്നതാണ്. പിന്നെ എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ അവിടെ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ടാണ് ആ എറർ അടിച്ചിരിക്കുന്നത്. പിന്നെ ട്യൂപ്പിളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ എലമെൻ്റായിട്ട് ഒരു ട്യൂപ്പിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു എലമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മസ്റ്റായിട്ടും ഒരു കോമ ലാസ്റ്റ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം എന്ന് ഞാൻ പറയാം. നമ്മൾ നേരത്തെ സ്ട്രിങ് ഒക്കെ പഠിച്ച സമയത്ത് ടൈപ്പ് കണ്ടുപിടിക്കാൻ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തായി പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ടൈപ്പ് ഒന്ന് എടുത്ത് നോക്കാം. ടൈപ്പ് ഓഫ് UP നമ്മളൊന്ന് പ്രിൻ്റ് ചെയ്യാണ്. ഇപ്പോൾ ടൈപ്പ് ക്ലാസ് ട്യൂപ്പിൾ എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കോമ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം, ഇനി എന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ അത് സ്ട്രിങ് ആയിപ്പോയി. അതാണ് ഈ ട്യൂപ്പിളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മൾ ഒരു എലമെൻറ്റ് മാത്രമായിട്ട് ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്യൂപ്പിളിൽ മസ്റ്റായിട്ടും ഒരു കോമ കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ രണ്ട് ട്യൂപ്പിൾസ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പൈൻ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതിപ്പോൾ എറർ അടിച്ചിരിക്കുന്നത് ആ വേരിയബിളിൻ്റെ പേര് തെറ്റിപ്പോയതുകൊണ്ടാണ്. നമ്മളത് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് റീറൺ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ആദ്യത്തെ ട്യൂപ്പിളും രണ്ടാമത്തെ ട്യൂപ്പിളും കമ്പൈനായിട്ട് പ്രിൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ട്യൂപ്പിളിനെ ലിസ്റ്റുമായിട്ട് വ്യത്യാസപ്പെടുത്തുന്നത്. നമുക്ക് ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് റീഡ് ഓൺലി ആയിട്ടുള്ള ഒരു ഡാറ്റ ഇനീഷ്യലൈസ് ചെയ്യണം. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് ട്യൂപ്പിൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ അടുത്ത കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പിനെ കുറിച്ച് പഠിക്കുന്നതാണ്.